മദ്യം എന്തുകൊണ്ട് നമുക്ക് കഴിച്ചുകൂടാ? എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കഴിക്കാവും എനിക്ക് മാത്രം കഴിക്കാൻ പാടില്ല എന്ന് ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകളോട് പറയുക? ഇതൊരു സയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ആൽക്കഹോളിക്കും സോഷ്യൽ ഡ്രിങ്കറും മദ്യം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്? മദ്യം സാധാരണ ഒരു കുടിയനിലും അല്ലെങ്കിൽ സോഷ്യൽ ഡ്രിങ്കറിലും ഒരു ആൽക്കഹോളിക്കിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മദ്യം കുടിക്കുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നത് എന്നാ, ഒരു പൊള്ളൽ പോലെ, അല്ലെങ്കിൽ ഒരു ചവർപ്പ് നിറഞ്ഞ രുചിയോട് കൂടിയ ഒരു പൊള്ളൽ. കാരണം നമ്മുടെ വായിലെ ചൂട് മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് VR1, വാനിലോൺ റിസപ്ഷൻ സബ് ടൈപ്പ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ സാധാരണ നമ്മൾ ഈ മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ മദ്യത്തിൻ്റെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ വായിൽ ചെല്ലുന്ന മദ്യത്തിൻ്റെ ടെമ്പറേച്ചർ 42 ഡിഗ്രി ആയിട്ട് മാറുന്നു. 42 ഡിഗ്രിയാണ് സാധാരണ രീതിയിൽ നമ്മുടെ വായ്ക്കകത്ത് ചൂട്. പക്ഷെ മദ്യം അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് അത് നേരെ 34 ഡിഗ്രി ആയിട്ട് കുറയും. നമുക്കറിയാം, സാധാരണ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രിയാണ്. അപ്പോൾ 34 ഡിഗ്രി നമ്മുടെ ടെമ്പറേച്ചറിലേക്ക് മദ്യം നമ്മുടെ വായിലേക്ക് ചെല്ലുമ്പോൾ 37 ഡിഗ്രി നമ്മളെ പൊള്ളിക്കാൻ തുടങ്ങും. കാരണം അവിടെ ഒരു 3 ഡിഗ്രിയുടെ വ്യത്യാസം വരുന്നതുകൊണ്ട്. മദ്യം സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ പോലെ അന്നനാളത്തിലൂടെ കടന്ന് ആമാശയത്തിലേക്കാണ് എത്തുക. അപ്പോൾ ആമാശയത്തിലും ചെറുകുടലും ആലിനും എത്തിയതിന് ശേഷമാണ് മദ്യം നമ്മുടെ ബ്ലഡിലേക്ക്, അല്ലെങ്കിൽ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്.